ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ക്ലിക്കിംഗ് ദിസ് വീഡിയോ. ഈ വീഡിയോനെ രണ്ട് പാർട്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് ആണ് പ്രോംപ്റ്റ് പ്രോബ്ലം. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോംപ്റ്റിൻ്റെ എന്താണ് യഥാർത്ഥ പ്രോബ്ലം എന്ന് നമുക്ക് ആദ്യം ഫൈൻഡ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ ടൈം ChatGPT നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ജസ്റ്റ് സിമ്പിൾ കമാൻഡുകൾ കൊടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന കമാൻഡാണ് ക്രിയേറ്റ് എ 30-day കണ്ടന്റ് കലണ്ടർ ഫോർ എൻ AI സ്റ്റാർട്ടപ്പ്. ഒരു AI സ്റ്റാർട്ടപ്പിന് ജസ്റ്റ് 30-day കണ്ടന്റ് കലണ്ടർ ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ചെയ്യാനുള്ള ജസ്റ്റ് 30-day കണ്ടന്റ് കലണ്ടർ എനിക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഒരു കമാൻഡാണ് ഞാൻ ChatGPT കൊടുത്തിരിക്കുന്നത്. സോ എനിക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നിരിക്കുകയാണ്. വീക്ക് 1 അവയർനെസ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, വീക്ക് 2 പ്രോബ്ലം പ്ലസ് സൊല്യൂഷൻ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ വീക്ക് 4 വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ChatGPT ജസ്റ്റ് തന്നിരിക്കുന്നതാണ്. പക്ഷേ ഈ പ്രോംപ്റ്റിൻ്റെ മെയിൻ കുഴപ്പം എനിക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമാണ് തരുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ചാറ്റിന് നമ്മുടെ AI സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ഒരു അറിവുമില്ല. ഉദാഹരണത്തിന് നമ്മൾ AI സ്റ്റാർട്ടപ്പിൽ എന്ത് പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണ്, നമ്മുടെ കസ്റ്റമേഴ്സ് ആരാണ്, അവർ നമ്മൾ ചാർജ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്, അങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻസും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോംപ്റ്റ് വീക്ക് ഔട്ട്പുട്ട് തരുന്നത്. നമ്മൾ ഒരു പ്രോംപ്റ്റ് എഴുതുമ്പോൾ കൂടുതൽ ഇൻഫോർമേഷൻ കൊടുത്താലാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു അടിപൊളി ഔട്ട്പുട്ട് നമുക്ക് ChatGPT തരുള്ളൂ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പ്രോംപ്റ്റ് പ്രോബ്ലം കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ, അതാണ് മാജിക് ഫോർമുല. മാജിക് പ്രോംപ്റ്റ് ഫോർമുലയിൽ ഈ 5 കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഞാൻ നേരത്തെ കോപ്പി ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് റോൾ, സെക്കൻഡ് ഒബ്ജക്റ്റീവ്, തേർഡ് കോണ്ടസ്റ്റ്, ഫോർത്ത് റീസണിങ്, ഫിഫ്ത്ത് റൂൾ. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ സ്റ്റാർസ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതി അണ്ടർലൈൻ ചെയ്യുന്നത് പോലെ ChatGPTന് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാർസ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. 4 സ്റ്റാർസിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ChatGPT ഓട്ടോമാറ്റിക്കലി തിങ്ക് ചെയ്യുകയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർസ് സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ 5 കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ ഒരു യൂസ് കേസ് നോക്കാം. ഞാൻ നേരത്തെ ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുന്നതായിരുന്നു. നമ്മൾ ഫസ്റ്റ് നോക്കിയതുപോലെ AI സ്റ്റാർട്ടപ്പിനെ പറ്റിയാണ്. AI സ്റ്റാർട്ടപ്പിൽ നമ്മൾ നേരത്തെ ചുമ്മാ ഒരു 13-day കണ്ടന്റ് കലണ്ടർ പ്ലാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. എന്നാൽ നമ്മുടെ മാജിക് പ്രോംപ്റ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്ന് നോക്കാം. ഫസ്റ്റ് റോൾ കൊടുക്കുന്ന സമയത്ത് യു ആർ എ സീനിയർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വിത്ത് 10 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി. റോൾ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒരു എക്സ്പേർട്ട് ബേസിസിൽ തിങ്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർ SEO കണ്ടൻറ് റൈറ്റിംഗ് ആണെങ്കിൽ യു ആർ എ സീനിയർ SEO സ്ട്രാറ്റജി വിത്ത് 15 years ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു റോൾ അസൈൻ ചെയ്ത് കൊടുക്കണം. ആ റോൾ ബേസിസിനനുസരിച്ചായിരിക്കും നമുക്ക് ChatGPT ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് ആണ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിലാണ് നമ്മൾ മെയിൻ ഗോൾ നമ്മൾ അസൈൻ ചെയ്യേണ്ടത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് 30-day കണ്ടൻറ്റ് മീഡിയ ഫോർ AI സ്റ്റാർട്ടപ്പ് എന്നുള്ള നമ്മുടെ മെയിൻ ഗോൾ ഒബ്ജക്റ്റീവിൽ നമ്മൾ അസൈൻ ചെയ്തിരിക്കുകയാണ്. തേർഡാണ് കോണ്ടസ്റ്റിലാണ് നമ്മൾ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടപ്പ് AI സ്റ്റുഡൻസിന് അവരുടെ ലേണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ആക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ്. നമ്മൾ ഇന്ത്യയിലും അതേപോലെ USSലുമാണ് നമ്മുടെ ക്ലയൻസ് ഉള്ളത്. ഓരോ പ്രൊഡക്റ്റിനും സെറ്റ് ചെയ്തിരിക്കുന്നത് $20 ആണ്. അങ്ങനെ മെയിൻ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോണ്ടസ്റ്റിലാണ്. ഫോർത്താണ് റീസണിങ് എന്ന് ചോദിച്ചാൽ നമ്മൾ സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ChatGPTന് കൊടുക്കുകയാണ്. ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ് ChatGPTന് കൊടുക്കുകയാണ് റീസണിങ്. നമുക്ക് വീക്ക്ലി തീംസിന് വേണം, നമുക്ക് നമ്മുടെ കണ്ടന്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടന്റുകൾ വേണം, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹുക്ക് വേണം എന്നുള്ള റീസണിങ് കപ്പാസിറ്റി എന്തൊക്കെ സ്പെസിഫിക് ടാസ്ക് ആണ് ChatGPT നമുക്ക് ഇതിലൂടെ തരേണ്ടത്, ഈ ഔട്ട്പുട്ടിലൂടെ തരേണ്ടതെന്ന് നമ്മൾ കൊടുക്കുന്നതാണ് റീസണിങ്. ഫിഫ്താണ് റൂൾ എന്ന് ചോദിച്ചാൽ നമ്മൾ ChatGPTന് സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ് കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്പുട്ട് മാത്രം മതി എന്ന്. പക്ഷേ എക്സാമ്പിളായിട്ട് നമ്മൾ ഈ കണ്ടന്റിൽ കൊടുത്തിരിക്കുന്നതാണ് ഫോക്കസ് ഓൺലി പ്രാക്ടിക്കൽ ടിപ്സുകൾ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി, കറക്റ്റ് 4 വീക്കുകളുള്ള കണ്ടൻറ്റ് സെറ്റായി കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇത് പ്രോപ്പറായിട്ടുള്ള പ്ലാൻ നമ്മൾ ChatGPTന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് അതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഡിഫറൻസ് ആണ് വരുന്നത്. ജസ്റ്റ് നമ്മൾ വീക്ക് 1 ഇതിലുള്ള വീക്ക് 1ഉം ഇതിലുള്ള വീക്ക് 1ഉം നിങ്ങൾ കമ്പയർ ചെയ്താൽ മാത്രം മതി ഇതിനുള്ള ഡിഫറൻസ് എങ്ങനെയാണ്. ഈ വീക്ക് 1ൽ തീം അവെയർനെസ്, ഡെയിലി സ്റ്റുഡൻസ് പ്രോബ്ലം നമ്മൾ ഫോക്കസ് ചെയ്ത് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള കണ്ടൻറ്റ് മാനേജ് ചെയ്യുക എന്നുള്ള 7-day പാക്ക് ചെയ്തിട്ടുള്ള ഫുൾ തീമാണ് നമുക്കിതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ഒരു പ്രോംപ്റ്റിൽ കൂടുതൽ ഇൻഫോർമേഷൻ അതേപോലെ സ്ട്രക്ചറായിട്ടുള്ള നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടും അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് കിട്ടും. സോ
താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്.